ഹൈക്കമാൻഡ് നിരീക്ഷകർ എത്താനിരിക്കെ മുഖ്യമന്ത്രി കസേര ഉറപ്പാക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ തിരക്കിട്ട നീക്കങ്ങൾ. ദില്ലിയിലും KPCC ആസ്ഥാനത്തും തിരക്കിട്ട കൂടിയാലോചനകളാണ് നടക്കുന്നത്. MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് KC, RC, VD പക്ഷങ്ങൾ. MLA-മാരെ രഹസ്യമായി കേൾക്കണമെന്ന് സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും പ്രചാരണം സജീവമാണ്. സോഷ്യൽ മീഡിയയിലല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നാളെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാനിരിക്കെ ദില്ലിയിലെത്തിയ ചെന്നിത്തല സോണിയാഗാന്ധി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. KC വേണുഗോപാലും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കേരളത്തിലേക്ക് പുറപ്പെടും മുമ്പ് രാഹുൽ ഗാന്ധിയെ കാണും. ഇന്നിപ്പോൾ നിരീക്ഷകരായിട്ടുള്ള ശ്രീ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് അത് കേരളത്തിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരുമായി സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. പ്രതിനിധികൾ വന്ന് എല്ലാവരോടും സംസാരിച്ച ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. അതിന് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും സോണിയാജി ഉൾപ്പെടെയുള്ളവർക്ക് തീരുമാനമെടുക്കും. അല്ല, കാലതാമസം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഇന്ന് തന്നെ പ്രതിനിധികൾ വരികയല്ലേ. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ഫ്ലക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതൊന്നും അല്ലല്ലോ വിഷയം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. റോഷിപാലും നോബിൾ മാരിക്കാരനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നോബിൾ മാരിക്കാരനിലേക്ക്. നോബിൾ, ദില്ലിയിലേക്ക് പെട്ടെന്നുള്ള യാത്രകൾ, കൂടിക്കാഴ്ചകൾ, കത്തുകൊടുക്കൽ, എങ്ങനെയാണ് ദില്ലി ചർച്ചകൾ പുരോഗമിക്കുന്നത്? മാധു, അല്പം മുമ്പാണ് രമേശ് ചെന്നിത്തല ഇവിടെ വന്ന് സോണിയാഗാന്ധിയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി മടങ്ങിയത്. കൂടിക്കാഴ്ചയിൽ പ്രധാനമായും KC വേണുഗോപാലും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഇറങ്ങുമ്പോൾ പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹം വളരെ ഹാപ്പിയാണ്, താൻ വളരെ സന്തോഷവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചർച്ചകൾ നടന്നത് മഹാരാഷ്ട്ര പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് രമേശ് ചെന്നിത്തല ആദ്യം മുതൽ ഒടുക്കം വരെ പറഞ്ഞത്. പക്ഷേ നമ്മൾ കേരളത്തിലെ വിജയത്തെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് ഒരുപാട് അഭിനന്ദിച്ചു എന്നാണെങ്കിൽ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും സ്വാഭാവികമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, ഒന്ന് KC വേണുഗോപാലും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയുമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും കേരളം ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഒരുപക്ഷേ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ, താല്പര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. മറ്റ് കോൺഗ്രസ് അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ഒന്നും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും നിർണായക യോഗമാണ് ഇപ്പോൾ ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ പൂർത്തിയാക്കി രമേശ് ചെന്നിത്തല ഇവിടുന്ന് പോയിരിക്കുന്നത്. അതേസമയം ഹൈക്കമാൻഡ് നിരീക്ഷകർ ഇന്നിപ്പോൾ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. 3:30 അവർ പോകുന്ന അതേ വിമാനത്തിൽ രമേശ് ചെന്നിത്തല കൂടി സംസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നതും മറ്റൊരു കൗതുകം കൂടിയാണ്. കാരണം 3 നേതാക്കൾ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിക്കേണ്ട അജയ് മാക്കനും അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക്കും വരുന്ന അതേ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് രമേശ് ചെന്നിത്തല കൂടി എത്തുന്നു. സ്വാഭാവികമായും 3 മണിക്കൂറോളം സമയം വിമാനത്തിൽ ഉണ്ട്, സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. എന്താണെങ്കിലും ആ ഘട്ടത്തിലൊക്കെ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ തന്റെ മുഖ്യമന്ത്രി മോഹം അടക്കമുള്ള കാര്യങ്ങൾ അവരോട് വ്യക്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, മുകുൾ വാസ്നിക് കേരളത്തിൽ ചുമതലയായിരുന്ന സമയത്ത് സംസ്ഥാനത്തെ KPCC അധ്യക്ഷൻ കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല എന്ന പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും വലിയ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട്. രമേശ് ചെന്നിത്തല എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടൊക്കെ ഇവിടെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. താൻ വളരെ സന്തോഷവാനാണ് എന്ന് കൂടി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിലും സംസാരത്തിലും അദ്ദേഹം പറയുകയും ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധു, ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അല്പം മുമ്പ് നിരീക്ഷകരായ അജയ് മാക്കനും അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ കൂടി വന്ന് കണ്ടേക്കും എന്ന വിവരമുണ്ട്. എന്താണെങ്കിലും നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തി MLA-മാരുമായി നാളെ ആശയവിനിമയം നടത്തും. അതിനു പിന്നാലെ നിയമസഭാ കക്ഷി യോഗം ചേരും. സംസ്ഥാനത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൃത്യമായി ഹൈക്കമാൻഡിന് അറിയിക്കും. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ആയിരിക്കും ഇതിൽ അന്തിമ വാക്ക്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ കൂടി ഈ മത്സര രംഗത്ത് ഉള്ള പശ്ചാത്തലത്തിൽ, മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണ്ടി ഉള്ള പശ്ചാത്തലത്തിൽ അവസാന വാക്ക് രാഹുൽ ഗാന്ധിയുടേതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം റോഷിപാൽ, നാളെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. നിരീക്ഷകർ ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നു. നോബിൾ മാരിക്കാരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അതേ വിമാനത്തിലാണ് രമേശ് ചെന്നിത്തല എത്തുന്നത്. നിർണായകമായ കൂടിക്കാഴ്ചകളാണ്, എണ്ണം ഉറപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങളും. മാധു, ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം നാളെ രാവിലെ 10:30 KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ ചേരുന്നത്. അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. പിന്നീട് മാരത്തോൺ ചർച്ചകളാണ്, തിരക്കിട്ട ചർച്ചകളാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 ദിവസമായി പല നീക്കങ്ങളും നടത്തുന്നു. ഗ്രൂപ്പ് മാനേജർമാരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എ ഗ്രൂപ്പിന് വേണ്ടി ബെന്നി ബെഹ്നാനും MK രാഘവനും അടക്കമുള്ള നേതാക്കൾ ഇന്നലെ തന്നെ എത്തി. VD സതീശനെ അനുകൂലിക്കുന്ന നൌഷാദ് അലി ഇവിടെ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും എത്തി. അതേപോലെ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഭൂരിഭാഗം MLA-മാരും
തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. AP അനിൽകുമാർ, ഇപ്പോൾ മാത്യു കോൾനാടൻ, VT ബൽറാം അടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അങ്ങനെ പരമാവധി MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാനാണ് KC, VD, RC പക്ഷങ്ങൾ ശ്രമിക്കുന്നത്. അവസാന മണിക്കൂറിലും MLA-മാരുടെ പിന്തുണ വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 45 MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ലഭിക്കുമെന്ന കണക്കുകൂട്ടലാണ്. 25 പേരുടെ പിന്തുണയാണ് രമേശ് ചെന്നിത്തല പ്രതീക്ഷിക്കുന്നത്. 5 MLA-മാരുടെ പിന്തുണ ഇപ്പോൾ VD സതീശൻ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ പേരുടെ പിന്തുണ VD സതീശൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഘടകകക്ഷികളുടെ നിലപാട് ഉൾപ്പെടെ നിർണായകമാകുമെന്ന കണക്കുകൂട്ടൽ VD സതീശനുണ്ട്. ഒരുപക്ഷെ 63 MLA-മാർ കോൺഗ്രസിനുണ്ട്. അതിൽ ആരൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. അത് ഒറ്റയ്ക്ക് അവർക്ക് രഹസ്യമായി അവരുടെ സ്വതന്ത്ര അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യം കൂടി ഇവിടെ VD സതീശൻ ഉയർത്തുന്നുണ്ട്. AICCയുടെ ചുമതലയുള്ള സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചാണ് ഈ കാര്യം മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നിലവിൽ KPCC ആസ്ഥാനത്ത് ദീപാദാസ് മുൻഷി, ഒപ്പം സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളുണ്ട്. ഒപ്പം AICCയുടെ സെക്രട്ടറിമാർ കൂടെയുണ്ട്. അവർ ചില കൂടിയാലോചനകൾ ഇപ്പോൾ തുടരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ മാത്രമേ മന്ത്രിമാർ ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് കടക്കാൻ കഴിയുള്ളൂ. അതിനിടയിൽ തന്നെ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. വകുപ്പ് വിഭജനം നടത്തണം. അവർക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് കേൾക്കണം. ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടേറെ കടമ്പകളുണ്ട്. അതുകൊണ്ട് 2-3 ദിവസത്തിനകം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് മന്ത്രിമാരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. ശരി, ആർ റോഷിപാലും നോബൽ മാരിക്കാരനുമാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയും കേരളവും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും സംബന്ധിച്ചു.